ഹായ്. നാസിസം പാർട്ട് 3. പിന്നെ നാസിസ്റ്റുകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര കൺവിൻസിങ് സ്റ്റാർസ് ആയിരിക്കും. അതായത് അവർ ഉദ്ദേശിച്ച കാര്യം നടത്താൻ അവർ ഏതറ്റം വരെയും എങ്ങനെ എന്ത് വില കൊടുത്തും അവർ അത് നേടിയെടുക്കും എന്നൊരു ധാരണ അവർക്കുണ്ട്. അതിന് അവർ എന്ത് ഡ്രാമ വേണമെങ്കിലും കളിക്കും, ആരെ വേണമെങ്കിലും കരിവാരിത്തേക്കും. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനാണ് മെയിൻ. അതാണ് അവരുടെ കാര്യം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ, അതായത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ എങ്ങനെയൊക്കെ ഇമോഷണലി തളർത്താം, എങ്ങനെയൊക്കെ അവരെ ഇമോഷണലി ഒറ്റപ്പെടുത്താം. ഇപ്പോൾ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ അവരെ പറ്റിയിട്ട് ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുക, ഇല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് അവരെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തുക. അത് ചുരുക്കി പറയണേ, നമ്മൾക്കുള്ള ഹെൽത്തി റിലേഷൻഷിപ്പിൽ മൊത്തം ഇവർ കൈ കടത്തിയിട്ട് അതിനെ മൊത്തം സ്പോയിൽ ചെയ്യും. അതായത് ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു കാര്യമാകുമ്പോൾ രണ്ട് ഫ്രണ്ട്സ് ആണ് സപ്പോസ് വിചാരിക്കുക, അവർ തമ്മിൽ നല്ല വലിയ കുഴപ്പമില്ലാത്ത ബോണ്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കുറച്ച് സ്റ്റേബിൾ മൈൻഡുള്ള ഒരാളും ഒരാൾ കുറച്ചൊരു പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരാളുടെ സിമ്പതിയിലും, ഒരാൾ കുറച്ചൊരു സോഫ്റ്റ് മൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞതിൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആൾ ആയിക്കഴിഞ്ഞാൽ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ മനസ്സിലാക്കിയിട്ട് അത് ബുദ്ധിപരമായി ഇവർ ഉപയോഗിച്ചിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉള്ള ബോണ്ടിനെ ഇവർക്ക് വീക്കൻ ചെയ്യാൻ കഴിയും. കാരണം അവരുടെ നെഗറ്റീവ് എനർജിയുടെ സർവ്വശക്തിയും അവരെടുത്തിട്ട് അതിനുള്ള വഴികൾ ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഫുൾ ടൈം ഇവർ തിങ്കിങ് പ്രോസസ്സിലാണ്. പല പല കണ്ണിങ് പ്ലാനുകൾ എങ്ങനെ ഇറക്കാം, അവർ ഉദ്ദേശിച്ച കാര്യം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതിന് മുന്നിലുള്ള തടസ്സങ്ങളൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ അസൂയാലുക്കളാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങൾ കേട്ടോ. നമ്മൾ വിചാരിക്കും അറിയാതെ ചെയ്യുന്നതാണ്, ഇതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല, ഇതൊക്കെ പർപ്പസ്ഫുള്ളി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, അവർ ഉദ്ദേശിച്ച കാര്യം നടത്താൻ വേണ്ടിയിട്ട്. അതിനവർക്ക് പൈസ പ്രശ്നമല്ല, ആളുകളുടെ ഭാവി അല്ലെങ്കിൽ ആളുകളുടെ ചിന്താഗതി, ആളുകൾ നേരിടുന്ന വിഷമങ്ങൾ, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ എൻ്റേത്, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് മറ്റുള്ളവരെ എങ്ങനെ എഫക്റ്റ് ചെയ്താലും അവർക്കത് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ അവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ ഭയങ്കര ഒരു എനർജി വാമ്പയർസ് ആയിരിക്കും. 24 hours അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിന്യൂസ് പ്രഷറിലിട്ടിട്ട് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്തെടുക്കും. നമുക്കൊരു എക്സോസ്റ്റഡ് ആയി തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി പ്രശ്നത്തിനൊന്നും പോകണ്ട, ഇനി അവർ പറഞ്ഞാൽ അതുപോലെ അവർക്കൊരു നമ്മളെ അടിമയാക്കി മാറ്റാൻ വേണ്ടത്. അല്ലെങ്കിൽ അവർ നമ്മളെ സഫർ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഇരട്ട മുഖമായിരിക്കും ഉണ്ടാവുക. സമൂഹത്തിന് മുന്നിൽ അവർ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ്. സ്റ്റേ ട്യൂൺ.